ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ശ്രീകാന്ത് ദർശനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് ദർശൻ്റെ അടുത്ത് ഇപ്പോൾ UK പോകാനെടുത്ത തീരുമാനം തൽക്കാലത്തേക്കിന് മാറ്റി വെക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. ഇപ്പം നിൽക്കുന്നത് ഒരു ഭ്രമത്തിലാണോ? ആ ഭ്രമം മാറാൻ ഇനി അധിക കാലം വേണ്ട. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ വിക്രത്തിൻ്റെ രംഗപ്രവേശനം. അതിപ്പോൾ ശ്രീകാന്ത് ദർശനം എടുത്ത് പറയുന്നുണ്ട്, ഇനി അവനെ കണ്ടിട്ട് മുത്തശ്ശി വെളിയിലോട്ട് ഇറങ്ങി വരാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് താൻ വാ എന്ന് പറഞ്ഞിട്ട് അവർ വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് കഥയൊക്കെ ചാരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരികയാണ്. ഇവർ രണ്ടാളും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക കേട്ടോ. അപ്പം നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഒരു നാറിയോട് സംസാരിക്കാൻ വരുമ്പോൾ ഒരു മാന്യൻ കൂടെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന കേട്ട ഉടനെ തന്നെ കൈ ഓങ്ങിക്കൊണ്ട് വിക്രത്തിനടുത്ത് നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ദർശൻ തടയുന്നുണ്ട്. എടോ ശ്രീകാന്ത് എന്ന പേരുള്ള നാണം കെട്ട മുതലാളി തൻ്റെ പെങ്ങളെ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകാം. പറഞ്ഞു ബോധ്യപ്പെടുത്തിയോ, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിരാഹാര സത്യാഗ്രഹം നടത്തിയോ, എങ്ങനെ വേണമെങ്കിലും ആകാം. അത് എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷേ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലെ നോട്ടിൻ്റെ പളവളപ്പം കാണിച്ചുകൊണ്ട് കയറി ചെന്നാലുണ്ടല്ലോ, കാണിച്ചാൽ നീ എന്ത് ചെയ്യൂടാ? എന്നെ തല്ലുവോ? തല്ലടാ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടേ, തല്ലു നിനക്ക് ശ്രീനിവാസൻ സാർ ചെയ്തോളും. പക്ഷേ നിൻ്റെ നിഴൽ അവിടെ ഉണ്ടാവരുതെന്ന് ശ്രീനി സാറ് പറഞ്ഞ മോനെ ശ്രീകുട്ട, നിൻ്റെ ശരീരമല്ല നിഴൽ പോലും ഉണ്ടാവില്ല. നീ എന്താടാ കൊല്ലുവോ എന്നെ? അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ചിരിച്ചുകൊണ്ട് പറയും, CCTVയുടെ ഫൂട്ടേജ് എടുത്തിട്ട് നോക്കിയതിന് ശേഷം തീരുമാനിക്കാമെന്നിങ്ങനെ പറയുവേ. എന്നിട്ട് ദർശൻ വക്കീലുമായി ചേർന്നിട്ട് കേസോ കോടതിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിട്ടും മുന്നോട്ട് പോയിക്കോ. പറഞ്ഞത് കേട്ടോ, ഇനി എൻ്റെയും വേദയുടെയും പേര് പറഞ്ഞ് ശ്രീനി സാറിൻ്റെ വീട്ടിൽ കണ്ടുപോകരുത്. എന്നിട്ട് നമ്മുടെ വിക്രം ദർശനെ നോക്കി പറയുകയാണേ, ദർശൻ സാർ, നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പെരുമാറേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന പെണ്ണിനെ താലി കെട്ടിപ്പോയാൽ വിഷമിക്കാതിരിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അവളോട് ഇപ്പോഴും എനിക്ക് പഴയ ബന്ധവും അടുപ്പമൊക്കെ തന്നെ ഉള്ളൂ. വാശി പിടിച്ച് അവൾ ആ വീട്ടിൽ തന്നെ കൂടുന്നതിൽ എനിക്കൊന്നും ചെയ്യാനില്ല ദർശൻ. എന്നാൽ പോകെ പോകെ എന്നെ അവൾ മനസ്സിലാക്കുകയും അവളെ ഞാൻ മനസ്സിലാക്കുകയും അവളെന്നെ സ്നേഹിക്കുകയും ചെയ്തെന്നാൽ ഇവനല്ല, ഇവൻ്റെ അച്ഛനല്ല, സാക്ഷാൽ ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടർ വന്നാലും എന്നെ അവളെ വേർതിരിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല ഒരു ശക്തിക്കും. നമ്മുടെ വിക്രം പറയുവാണ് ദർശൻ്റെ അടുത്ത്, അതിനു മുന്നേ അവളെ വിളിച്ചുകൊണ്ട് പോരൂ സാർ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. വേദ ദർശൻ എന്നുള്ളതാണ് അവൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കഴിഞ്ഞും അന്തസ്. രണ്ട് കുടുംബത്തിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ പ്രശ്നം ഒന്ന് നിങ്ങൾ സോൾവ് ചെയ്യും. അപ്പോൾ CEO പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോഴത്തേക്കിനും ഇവർ രണ്ടുപേരും കൂടെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും മുത്തശ്ശി അവിടെ ഉള്ളിലിരിക്കുകയാണല്ലോ. നമ്മുടെ ദീപ്തി അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവർ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ദീപ്തി ശ്രീകാന്തിനടുത്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു, മുത്തശ്ശിയും കേൾക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ദർശൻ പറയുന്നുണ്ട്, മുത്തശ്ശി കാര്യങ്ങളൊന്നും അറിയുന്നില്ലെങ്കിൽ അറിയിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദർശൻ പോകുന്നത്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ വിനയേട്ടനെ കേട്ടോ. അപ്പം നമ്മുടെ നന്ദിനിനെ വിളിച്ചിട്ട് പറയുകയാണ്, എടി ഒരു കാര്യം ചെയ്യേ, ഞാൻ അവിടെ നിങ്ങൾ വന്നപ്പോഴത്തേക്കിനും കുറിപ്പൈസ എടുക്കാൻ മറന്നുപോയി, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ഇന്ന് അടച്ചില്ലെങ്കിൽ മൊത്തം കിഴിവ് നമുക്ക് കിട്ടത്തില്ലെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നിനക്ക് അതുകൊണ്ട് അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും ഞാൻ എങ്ങനെ ഇവിടെ വീട്ടിലാരും ഇല്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ വേദ ഉണ്ടല്ലോ എന്ന് ചോദിക്കുവേ. വേദയോ? അവളെ എങ്ങനെയാണ് വീട് ഏൽപ്പിച്ചിട്ട് പോകുന്നത്? അച്ഛൻ അറിഞ്ഞെന്നാൽ പിന്നെ അത് മതി എന്ന് പറയേ. അപ്പോൾ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, ചുരുക്കത്തിൽ നിനക്ക് കൊണ്ടേ അടയ്ക്കാൻ പറ്റില്ലെന്ന് പറ, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, വിനായകേട്ടൻ ഇതേ വരുന്ന വഴിക്ക് ആ പൈസ എടുത്തുകൊണ്ട് പോയി അടച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ ചോദിക്കുവേ. എന്നിട്ട് നന്ദിനി അത് അടയ്ക്കാൻ പോകത്തില്ല കേട്ടോ. നിന്നോട് പറയാൻ തോന്നിയാൽ എന്നെ വേണം പറയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിനായകൻ ഫോൺ കട്ട് ചെയ്തത്. ശ്രീയേട്ടാ, വർഷേച്ചി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ. അവൾ വിളിച്ചായിരുന്നു, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഫോൺ ഇങ്ങോട്ട് നോക്കുക. ഞാൻ കേട്ടില്ലായിരുന്നു, സൈലൻറ്റിലായിരുന്നു എന്ന് പറയും കേട്ടോ. എന്നാൽ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കാൻ വരും. അന്നേരം പറയില്ല, ലൈനിലുണ്ടെന്ന് പറയുവേ. വർഷ എന്താ വിളിച്ചത്? വർഷ ഇന്നിവിടെ വന്നിരുന്നു. നീ ഇനി ഈ വിഷയം അവിടെ ചർച്ചയാക്കാനൊന്നും നിൽക്കണ്ട. ദർശൻ്റെ അച്ഛനും അമ്മയൊന്നും ഇതറിയണ്ട. ഇല്ല, നീ പറയുന്ന പോലെ ഞാൻ അവിടെ ചെന്നിട്ട് അയാൾ എന്നെ അപമാനിച്ചിട്ടൊന്നും ഇല്ല. ഇവിടെ വന്ന് സ്കോർ ചെയ്യാനൊരു അവസരം ഉപയോഗിച്ചപ്പോൾ വിക്രം ഒന്ന് ഇവിടെ വന്ന് ഷൗട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ വൈകിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നത്. ഏട്ടൻ ഇന്ന് ശ്രീനിവാസൻ്റെ വീട്ടിൽ പോയിരുന്നല്ലേ, അതിനെപ്പറ്റി ചോദിക്കാനല്ലേ വിക്രമേട്ടൻ ഇന്ന് ഇവിടെ വന്നതെന്ന് ചോദിക്കുക. അന്നേരത്തേക്കിന് ശ്രീകാന്ത് പറയുന്നുണ്ട്, വിക്രമേട്ടനോ? ആരുടെ നിൻ്റെ അവൻ? ചേച്ചിയെ ചാടിക്കയറി കെട്ടിപ്പോയില്ലേ, ഇനിയിപ്പോൾ ചേട്ടാന്ന് വിളിച്ചല്ലേ പറ്റുള്ളൂ. എന്നാൽ ഇനി അവൻ മുമ്പോട്ട് ചേച്ചിയുടെ ഭർത്താവാകാൻ പോകുന്നില്ല, അതുറപ്പ്. അത് നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ. ഇന്ന് നിങ്ങൾ വെളിയിൽ നിന്ന് സംസാരിച്ച് മുഴുവൻ ഞാനും മുത്തശ്ശിയും കേട്ടിരുന്നു. നിങ്ങൾ തമ്മിൽ അടിയാകുമെന്ന് വരെ ഞങ്ങൾ പേടിച്ചു പോയി.
ശ്രീയേട്ടൻ ഇഷ്ടമാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാതിരുന്നത്. ചേച്ചിയുമായിട്ട് വിക്രം ചേട്ടന് ഒരു ബന്ധവും തുടങ്ങിയിട്ടില്ലെന്ന് കേട്ടപ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് എത്രമാത്രം സങ്കടമായെന്നറിയോ. ആ സങ്കടം മാറി എപ്പോഴെങ്കിലും വിക്രമേട്ടന് ചേച്ചിയോട് ഇഷ്ടം തോന്നിയെന്നാൽ ചേച്ചിയെ സ്വന്തമാക്കുമെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചപ്പോഴാണ് അമ്മയ്ക്ക് മുത്തശ്ശിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. അത് സാക്ഷാൽ പരമശിവൻ വിക്രമേട്ടനെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതാണെന്നാണ് മുത്തശ്ശി പറയുന്നത്. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമേ ഇവരുടെയൊക്കെ തലയിൽ എന്താ നടക്കുന്നത്. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട്, മുത്തശ്ശിയും വേദം തമ്മിൽ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അത് തന്നെയല്ല ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മുത്തശ്ശി വേദേജിയോട് പറയുന്നുമുണ്ട്. അതുകൊണ്ട് വേദേജിയെ ഉപദേശിച്ചോ വിക്രം ചേട്ടനെ ഭീഷണിപ്പെടുത്തിയോ എന്തെങ്കിലും കാര്യം നേടാമെന്ന് ശ്രീകാന്തേട്ടൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല. നമ്മൾ വീട്ടുകാർ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നോർത്ത ശ്രീനിവാസിനെ കാണാൻ പോയ സമയത്ത് ഏട്ടന് ഓട്ടോറിക്ഷക്കാരത്തി രാധനെ ഒന്ന് പോയി കണ്ടതായിരുന്നെങ്കിൽ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ടാകുമായിരുന്നു. രാധ പോയിട്ട് ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊന്ന് അവതരിപ്പിച്ചെങ്കിൽ എങ്ങനെയാകുമായിരുന്നെന്ന് ശ്രീകാന്തേട്ടനൊന്ന് ആലോചിച്ചേ. ആ വീട്ടിലെ വേദേച്ചി സന്തോഷത്തോടു കൂടിയല്ല ജീവിക്കുന്നതെന്ന് വിക്രമേട്ടൻ ഇന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എടി നിന്റെ തലയ്ക്കകത്ത് ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഞാനിങ്ങനെ പറഞ്ഞത് വേദേച്ചിയോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഈ സൗകര്യങ്ങളെല്ലാം വിട്ട് വേദേച്ചി ആ വീട്ടിൽ പോയി നിൽക്കുന്നത് പ്രേമം കൊണ്ടായിരുന്നെങ്കിൽ ഞാനത് സമ്മതിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ചേച്ചി ഇതൊക്കെ ചെയ്യുന്നത് വേറെന്തോ വാശി കൊണ്ടാണെന്നാണ്. അതെന്തായാലും ആകട്ടെ, ഞാൻ പറഞ്ഞ വഴിയിലൂടെ ശ്രീയേട്ടനതൊന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോൾ ഫലം കണ്ടാലോ. പിന്നെ അടുത്തായിട്ട് നമ്മുടെ കുറുപ്പൈസ മേടിക്കുന്നതിന് KPC ചിട്ടി ഫണ്ടിൽ നിന്ന് ആൾ വരുവാണേ. അപ്പോഴത്തേക്കിനും വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമ്പൂതിരിയടുത്ത് ഇറങ്ങി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന്. അപ്പോൾ വിനായകേട്ടൻ തന്നെയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറയും കേട്ടോ. എന്നാൽ നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഉള്ളിലോട്ട് പോവുകയെ. എന്നിട്ട് പോയി അലമാരിയിൽ നിന്ന് പൈസ എടുക്കുക കേട്ടോ. ഒരു കെട്ടുണ്ടേ. ഈശ്വര, ഇത് അവസാനത്തെ ചീട്ടാണ്. നല്ല രീതിയിൽ പൈസ എല്ലാം കൈ കെട്ടി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി പൈസ കിട്ടി വീട് പണിയൊക്കെ നടപ്പിലാക്കാൻ ദൈവം അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൈസ എടുത്ത് എണ്ണിക്കൊണ്ട് വരുന്നത്. അപ്പോഴത്തേക്കിനും നമ്മുടെ വേദ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുമോ കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടെ കൂട്ടിമുട്ടിയിട്ട് പൈസ മുഴുവൻ താഴെ പോവേ. അപ്പോൾ ഇങ്ങനെ ഈ പൈസ ചിതറി കിടക്കുന്ന മുഴുവൻ വേദ കണ്ടിട്ട് നന്ദിനി അങ്ങ് വെപ്രാളപ്പെടുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ കുറി പിടിക്കാൻ വന്ന ആൾക്കാർ പെട്ടെന്ന് എനിക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ധൃതി പിടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദിനിയും വേദയും കൂടെ ഒന്നിച്ചിരുന്ന കേട്ടോ കാശ് മുഴുവൻ പെറുക്കിയെടുക്കുന്നത്. അപ്പോൾ വീണ്ടും ചേച്ചീനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുവാണേ. നമുക്ക് നന്ദിനിക്കാണെങ്കിൽ വേദയോട് സംസാരിക്കാനും പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് പൈസയൊക്കെ അയാൾക്ക് കൊടുത്തിട്ട് വേദ ഇങ്ങനെ ഉള്ളിലേക്ക് വരിക കേട്ടോ. എന്ത് പറയുമോ എന്തോന്നിങ്ങനെ ആലോചിച്ചോണ്ടേ. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കുറിക്കാശാണ് കൊടുത്തതെന്ന് അവൾക്ക് മനസ്സിലായി കാണും. ഇതെങ്ങാനും അമ്മയോട് പറയുമോ എന്തോ. കുറിക്കാശായിരുന്നു എന്നിങ്ങനെ വേദയോട് പറയുവാണ്. അപ്പോൾ വേദ ഇങ്ങനെ മൂളുന്നുണ്ട് കേട്ടോ. അത്ര വലിയ കുറിയൊന്നും അല്ല, ചെറിയ കുറിയാണ്. വിശ്വേട്ടൻ ഇങ്ങനെ ഉറുമ്പരിക്കുന്ന പോലെ അരിച്ചരിച്ച് വെച്ചുണ്ടാക്കിയ പൈസയാണ് എന്നിങ്ങനെ പറയുവേ. അപ്പോൾ ഇങ്ങനെ നന്ദിനി പറയുന്നുണ്ടല്ലോ ചെറിയ തുകയുടെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, എത്ര തുകയുടെയാണ് ചീട്ടിയെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ നന്ദിനി എന്നൊക്കെ ഇങ്ങനെ പറയുവേ. പിന്നെ നന്ദിനി അങ്ങ് വേദനെ സോപ്പിടാൻ നോക്കുക കേട്ടോ. അമ്മയോട് ഈ കാര്യങ്ങളൊന്നും പറയരുത്, വേദയ്ക്ക് അറിയാമല്ലോ വിനയേട്ടന് മാസശമ്പളം കിട്ടുന്ന ജോലിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഇവിടെ വേറെ ആർക്കും ഇവിടെ മാസശമ്പളം കിട്ടുന്ന ജോലിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഉറുമ്പരിച്ച് വെച്ച് ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുവേ. അപ്പം വേറെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതായത് ഈ കുറിക്കാശ് കിട്ടുന്നതുകൊണ്ട് ഈ കുടുംബത്തിലേക്കല്ല നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സമ്പാദ്യം എന്ന് പറയുന്ന ഒരു നല്ല ശീലം തന്നെയാണ്. ഉറുമ്പുള്ള കൂട്ടി വെച്ച് ജീവിക്കുന്ന കണ്ടിട്ടില്ലേ, മനുഷ്യരും അതുപോലെ ജീവിക്കണമെന്നാണ് എൻ്റെ പക്ഷം എന്നൊക്കെ വേദയും പറയുന്നുണ്ട് കേട്ടോ. ഈ കാര്യം അച്ഛനും അമ്മയും അറിയരുത്, പുറത്ത് പറയരുതെന്ന് ഉദ്ദേശിച്ചതിൻ്റെ കാര്യം അതാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം ഇങ്ങനെ വേദ പറയേ, ഞാൻ അങ്ങനെ ആരോടൊന്നും പറയാനൊന്നും പോകത്തില്ലെന്നൊക്കെ പറയും കേട്ടോ. എനിക്കറിയാം നീ അങ്ങനെയൊന്നും പറയില്ലെന്ന്, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് വേദ ഉമാമഹേശ്വരനെ വിളിച്ച് സത്യം ചെയ്യണമെന്ന് പറയുവേ. അപ്പോൾ ഉമാമഹേശ്വരനെ എന്തിനാണ് വിളിച്ച് സത്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ട് നമ്മുടെ അമ്മ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ടേ. അപ്പം നന്ദിനി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, ഇല്ല പ്രശ്നമൊന്നും ഇല്ലെന്നൊക്കെ പറയുവേ. എന്നിട്ട് പിന്നെ ഉമാമഹേശ്വരനെ പറ്റി സത്യം ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടല്ലോ എന്നൊക്കെ പറയുവേ. അപ്പം നമ്മുടെ നന്ദിനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ കേട്ടു അല്ലേന്ന് ചോദിക്കേ. ഉമാമഹേശ്വരനെ പിടിച്ച് സത്യം ചെയ്യണമെന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുക. അപ്പം നന്ദിനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഭാഗ്യമൊന്നും കേട്ടിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ ആലോചിക്കുവാണേ, ഒന്ന് കൊടുത്താലോ,
വെറുതെ അങ്ങനെ വിടണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് അറിയാമോ അമ്മയെന്നൊക്കെ ചോദിക്കുക. അന്നത്തേക്കും നമ്മുടെ നന്ദിനി ഇങ്ങനെ മോൻ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്, വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞാൻ ഒരു ചായ ഇടാനായിട്ട് പോകുമായിരുന്നു. അപ്പോഴത്തേക്കിനാണ് ഈ നന്ദിനിയടുത്ത് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. അവിടെ വേണ്ടാത്ത ഒരു അമിട്ട് പൊട്ടിച്ചു. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ കാര്യം പറയേണ്ടതാണ് നന്ദിനിയടുത്ത് പറയുന്നതെന്ന് പറയും കേട്ടോ. എന്തിനാ നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വേണ്ടാത്ത സംഭാഷണങ്ങളൊക്കെ സംസാരിക്കുന്നതെന്നിങ്ങനെ അമ്മ നന്ദിനിയെ നോക്കിയിട്ട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി വേദന നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം നീ എനിക്കിട്ട് പാര വെച്ചല്ലേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് വേദം നമ്മുടെ ഉമ്മറത്തെ പടിയിലിരിക്കുക കേട്ടോ. അപ്പോൾ ശ്രീചേടത്തി അമ്പലത്തിൽ പോയതിൻ്റെ പ്രസാദമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. വേദേ എന്നാ നമ്മുടെ വിശ്വേട്ടന് വേണ്ടിയിട്ട് വഴിപാട് കഴിപ്പിച്ച പായസമാണെന്ന് പറഞ്ഞിട്ടാണ് വേദയുടെ കൈകളിലേക്ക് പ്രസാദം ഇട്ട് കൊടുക്കുന്നത്. അകത്ത് വെച്ച് വേദ അമ്മയുടെ നുണ പറഞ്ഞു അല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും വേദം ഒന്ന് പറഞ്ഞിട്ട് മുഖത്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്ര കുശുമ്പ് വാക്ക് പറഞ്ഞാലും നന്ദിനി അങ്ങനെ മോശം വാക്കുകളൊന്നും പറയാറില്ലെന്ന് പറയുവേ ശ്രീചേടത്തി. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഉറപ്പാണോ ചോദിക്കുക. ഉറപ്പുണ്ടെന്ന് പറയുക. എന്നിട്ട് എന്താ പ്രതികരിക്കാൻ ഞാൻ ചോദിക്കുവേ. ഞാൻ പ്രതികരിച്ചില്ലേ എന്നിങ്ങനെ ശ്രീചേടത്തി പറയുന്നുണ്ട്. അതെ, ശ്രീചേടത്തി വിഷമിക്കേണ്ട, നന്ദിനിയടുത്ത് അങ്ങനത്തെ മോശം വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞതെന്ന് ചോദിക്കുവേ. ആ കാര്യം പറയാൻ പാടില്ല, അത് നന്ദിനിയടുത്ത് എന്നോട് ചോദിക്കരുത് എന്നൊക്കെ പറയുവേ. എന്നാൽ ശരി, ഞാനത് വിട്ടു. എനിക്ക് ഫോണൊന്ന് തരുമോ? എൻ്റെ ഫോണിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് വിശ്വേട്ടനെ ഒന്ന് വിളിക്കാനാണ്. അപ്പം ജോലിക്ക് പോയിരിക്കുന്ന ആളിനെ എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുവേ. അന്നേരം പറയും, ഒന്നുകൂടെ വിളിച്ചു കഴിഞ്ഞെന്നാൽ ഒന്നുകൂടെ ഉഷാറായെങ്കിലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വേദം ഇങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വിളിക്കാനായിട്ട് ഒരുങ്ങുവാണ്. അതിനിടയ്ക്ക് നമ്മുടെ വിശ്വനെ കാണിക്കുന്നുണ്ട്. വിശ്വനൊരു കടൽ തീരത്തിരുന്ന് ഭക്ഷണം വാരി വാരി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ റിങ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. വിശ്വൻ ഇങ്ങനെ ഫോൺ എടുക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വേദ ഇങ്ങനെ ശ്രീചേടത്തെ നോക്കിയിട്ട് ഇങ്ങനെ മൗനം പാലിച്ച് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്